പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പൂരവിളംബരം ഇന്ന്. വിവരങ്ങളുമായി തെക്കേ ഗോപുരനടയിൽ നിന്നും കാളിദാസും രേണുകയും ചേരുന്നു. കാളിദാസ്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ദിത്തി, പൂരാവേശത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സാമ്പിൾ വെടിക്കെട്ടിന് തന്നെ തിരി കൊളുത്തി കഴിഞ്ഞു. ഇന്നാണ് പക്ഷേ പ്രധാനമായും പൂരത്തിന്റെ ആരംഭം വരുന്നത്. പൂര വിളംബരത്തോടു കൂടിയാണ് പ്രധാനമായും തൃശൂർ പൂരം തുടങ്ങുന്നത്. അത് ഇപ്പോൾ രേണുകയുണ്ട് നമ്മളോടൊപ്പം. രേണുകയുടെ ആദ്യത്തെ തൃശൂർ പൂരം ആദ്യമായിട്ട് കാണാൻ വന്നേക്കുക. അങ്ങനെ ആസ്വദിക്കാനും. അതെ, റിപ്പോർട്ടിങ്ങും ആദ്യമായിട്ടാണ്. തൃശൂർ പൂരം കാണുന്ന ആദ്യമായിട്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ എങ്ങനെയൊക്കെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാവുന്നത്, അതേപോലെ ആരൊക്കെ വരും, അല്ലെങ്കിൽ ഏതൊക്കെ ആനകൾ വരും എന്നൊക്കെയാണ് പ്രധാനമായിട്ടും രേണുക ചോദിച്ചത്. അപ്പം അതിന്റെ പരിപാടികളൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ തുടങ്ങും. ആദ്യം പൂരവിളംബരത്തിന് ആരാ രേണുകയെ വരുന്നത്? എറണാകുളം ശിവകുമാറാണ് ആദ്യം ഈ പൂരവിളംബരമായിട്ട് നെയ്ത്തല കാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്നത്. അത് 10 മണിയോടുകൂടി തന്നെ ഉണ്ടാവും. കൃത്യം 10 മണിയോടുകൂടി തന്നെ ഉണ്ടാവും. ആ പൂരവിളംബരത്തിന് ശേഷം ഇന്ന് കാര്യമായ ചടങ്ങുകൾ ഇല്ല എങ്കിലും പക്ഷെ ചില ചടങ്ങുകളുണ്ട്, സുപ്രധാനമായ ചടങ്ങുകളുണ്ട്. ഇന്നത്തെ മറ്റ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ ഇന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് ആ ഒരു പരിശോധന നടത്താനായിട്ട് എത്തുന്നത്. എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നാളെ പൂരമാണ് എന്നുള്ളൊരു ഉള്ളിലത്തെ ഒരു സന്തോഷം അല്ലേ? അതെ, ഇന്നെന്തായാലും വിളംബരമുണ്ട്. അതോടൊപ്പം തന്നെ ചമയ പ്രദർശനം തുടങ്ങി. 2 ദിവസം ഇന്നലെയോടെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് ചമയ പ്രദർശനമുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചമയ പ്രദർശനമുണ്ട്. എന്തായാലും ഈ ഒരു തെക്കേ ഗോപുര നടയുടെ പ്രത്യേകത വളരെ, കാരണം വർഷത്തിലൊരിക്കൽ തുറക്കുന്ന ഒരു നടയാണ് തെക്കേ ഗോപുര നട. ആ തെക്കേ ഗോപുര നട തൃശൂർ പൂരത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു നട കൂടിയാണ് തെക്കേ ഗോപുര നട. ഈ നട തുറന്ന് എറണാകുളം ഈ എല്ലാ കൊല്ലം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങി വരുന്നൊരു വരവുണ്ട്. ആ വരവ് കാണാനായിട്ട് ഇവിടെ ജനസാഗരമായിരിക്കും, ഭയങ്കര ആൾക്കൂട്ടാ. പക്ഷെ ഇത്തവണ രാമനുണ്ട്. പിന്നെ അപ്പം ആദ്യം രാമൻ ഇല്ലെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. രാമൻ വരുന്നില്ല, രാമന് പ്രായത്തിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനുഷ്യർക്ക് വരുന്ന പോലെ ആനയ്ക്കുണ്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത്തവണ എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രാമന് കൃത്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുക അല്ലേ? കാരണം അതിന് ചുറ്റും എല്ലാ കൊല്ലവും ആരാധകരുണ്ട്. അപ്പം ആരാധകരെ ശാന്തരാകുവിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്. കാരണം രാമന് ചിലപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. നമ്മൾ രാമനെ കാണുന്ന ആവേശത്തില് പ്രേക്ഷകരായാലും ഇവിടെ എത്തുന്ന പ്രേക്ഷകരും അതേപോലുള്ള ജനങ്ങളും ഒക്കെ രാമനെ അടുത്ത് കാണുള്ള. പക്ഷെ നമ്മൾ രാമന് കൃത്യമായ ഒരു സൗകര്യമൊക്കെ എടുത്ത് ഒന്നും കൂടെ കളർഫുൾ ആവും. റീലുകളിലാണെങ്കിലും ഈ ആന ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആ വരവ് എല്ലാവരും ഒരു ആർപ്പുവിളിയും സന്തോഷവും. ഏറ്റവും അതിന് തുടക്കം ഇടുന്നത് ഈ എറണാകുളം ശിവകുമാർ ഈ നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പുമായിട്ട് പുറത്തിറങ്ങി വന്ന് ഈ എല്ലാവർക്കും അഭിവാദ്യം നൽകുന്നതോടുകൂടി തന്നെ പൂരം തുടങ്ങുകയാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് പൂരം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂചനയും തന്ന് പുള്ളി അങ്ങ് പോകും. പുള്ളി ഉണ്ടാവും, ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവും എറണാകുളം ശിവകുമാർ. അവസാന ദിവസം ഉപചാരം ചൊല്ലി പിരിയുന്ന ദിവസം വരെ ശിവകുമാർ ഉണ്ടാവും, അന്നും ഉണ്ടാവും. ബാക്കിലാണെങ്കിലും തെക്കേ ഗോപുര നടയുടെ അലങ്കാരങ്ങളൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട്. പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുകയാണ്. എറണാകുളം ശിവകുമാറിനായിട്ടുള്ള വരവിനായിട്ട്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കും അല്ലെങ്കിൽ തൃശൂർ പൂരത്തിന്റെ ആരാധകർക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ചെറിയ തോതിൽ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ തൃശൂരിന്റെ ഒരു മോർണിംഗ് കൊള്ളാം, എനിക്കിഷ്ടായി. രാവിലെ നല്ലൊരു ഇളം കാറ്റും തണുപ്പും ചെറിയ മഴയും, നല്ല തണുപ്പുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലമൊന്നും ഇത്തരത്തിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം റിപ്പോർട്ടിങ്ങിന് വന്നായിരുന്നു. ആ സമയത്തും ഈ ഒരു പൂരവിളംബരത്തിന്റെ ആ ദിവസമൊന്നും വലിയ രീതിയിൽ അങ്ങനെ മഴയൊന്നുമില്ല. പക്ഷെ ഇന്നൊരു മഴ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ ആശങ്കയൊക്കെ കാണും വരുന്നവർക്ക്. ഈ മഴ ആയതുകൊണ്ട് ചടങ്ങുകളൊക്കെ നടക്കുക ഒരു പ്രശ്നമില്ല. ചടങ്ങുകൾ കൃത്യമായിട്ട് നടക്കും. അതിനൊന്നും
ഇപ്പം നമ്മളിപ്പോ എപ്പോഴും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരോടും ഈ ചോദിക്കുന്ന സമയത്തെ അവർക്കുള്ളിലൊരു പേടിയുണ്ട്. എന്താ പറയുക, കഴിഞ്ഞ തവണ കുറെ വിവാദമൊക്കെ, നമ്മളെ വിവാദങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, അത്തരത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. ഈ പൂരം അങ്ങനെയായി, ചിലപ്പം അത് എന്തെങ്കിലും ഒരു തടസ്സം പറ്റി. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ഒരു തടസ്സം പറ്റൂല എന്നുള്ളതാണ് അധികൃതരടക്കം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമാക്കി. അതിൽ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടിന്റെ ആ ചടങ്ങില്ല, സാമ്പിൾ വെടിക്കെട്ടിന്റെ ആ സമയത്ത് എല്ലാ കൊല്ലവും ഈ റോഡ് മാക്സിമം റോഡ് വരെ ആൾക്കാർക്ക് ഇത് നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തവണയാണെങ്കിൽ അത് ഈ റൗണ്ടിലേക്കും കയറി നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. സുരക്ഷ അധികൃതർ കൃത്യമായിട്ട് ക്രമീകരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിനായിട്ട് കൃത്യമായിട്ടൊരു ജനങ്ങൾക്ക് വരാനുള്ള ബസ് സർവീസുകളെല്ലാം കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പകുതി വഴികളിലേക്ക് അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത ഭാഗങ്ങളിലേക്ക് പോലും ബസിന്റെ സർവീസുകൾ 7-ാം തീയതി വരെ അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് KSRTCയുടെ ഭാഗത്തുനിന്നും. അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സും ഒക്കെ അതിന് കൃത്യമായി അവരോടും ഈ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത്. നമ്മുടെ കെ രാജൻ മിനിസ്റ്ററുടെ യോഗത്തിലാണ്, പുള്ളിയാണ് സംസ്ഥാന മന്ത്രി. തൃശ്ശൂർ പൂരത്തിന് വരുമ്പം ഇവിടുത്തെ ഈ കൊമ്പന്മാരുടെ കൂടെ ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന മന്ത്രിയായിരിക്കും. മന്ത്രി ഈ ഒരു ഭാഗത്ത് തന്നെ കാണും, എപ്പോഴും കാണും. തൃശ്ശൂർ പൂരത്തിനും പുലികളിക്കും മന്ത്രി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എവിടെങ്കിലും പുള്ളി അങ്ങനെ ഇത് ആസ്വദിച്ച് നിൽക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിനുള്ളിൽ ഈ ഒരു തൃശ്ശൂർ റൗണ്ട് ഫുള്ള് നിറയും. നമുക്ക് നടക്കാനും നീങ്ങാനും പറ്റുന്ന ആൾക്കാരായിരിക്കും. പൂര വിളംബരം കാണാനായിട്ട് വലിയ രീതിയിൽ ആൾക്കൂട്ടം വരും. അതിനുശേഷം പിന്നെ ഇന്ന് കാര്യമായ ചടങ്ങില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഈ ആൾക്കൂട്ടം നേരെ അങ്ങ് വിഘടിക്കും, പലതായിട്ട് ഡിവൈഡായിട്ട്. കുറച്ച് പേര് തിരുവമ്പാടിയുടെ ഭാഗത്ത്, തിരുവമ്പാടി ചമയ പ്രദർശനം, കുറച്ച് പേര് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം, ഇതൊന്നും അല്ലാതെ കുറച്ച് പേര് പൂരപ്രദർശനമുണ്ട്, മെയിൻ പൂരപ്രദർശനം. അവിടെയുണ്ട് കുറച്ച് സ്റ്റാളുകൾ, അതിന്റെ കുറെ കാഴ്ചകൾ. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർ അവരുടെ കുറെ സന്തോഷവും അങ്ങനത്തെ കുറെ പരിപാടി. നമ്മള് ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലോട്ട് എത്തിച്ചു കൊടുത്തു എല്ലാ ഭാഗത്തുനിന്നും. പാറമേക്കാവിന്റെ ചമയമാണോ, തിരുവമ്പാടിയുടെ ചമയമാണോ, എല്ലാം വിളംബരം ഉൾപ്പെടെ അല്ല. തൃശ്ശൂർ പൂരം തുടങ്ങുന്നത് മുതൽ ഇന്നലെ വെടിക്കെട്ടിന്ന് നമ്മള് അടിപൊളി. അതെ, അതോടെ 7-ാം തീയതി വരെ നമ്മൾ പ്രേക്ഷകരിലേക്ക്, കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരിലേക്കും വാർത്തകൾ കൃത്യമായി എത്തിക്കും. ഇല്ലേ കാളിദാസേ? അതെ, കൃത്യമായിട്ട് പൂരത്തിന്റെ എല്ലാ കാഴ്ചകളും എത്തിക്കും. ഇന്നലെ ആണെങ്കിൽ തിരുവമ്പാടിയും പാറമേക്കാവിന്റെയും ഒരു കോമ്പറ്റീഷൻ. സാമ്പിള് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ, കാരണം കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇത്തവണത്തെ പശ്ചാത്തലം ഒക്കെ വലിയ വ്യത്യാസം. ലഹരിക്കെതിരെയുള്ള ഒരു ആശയമായിട്ട് തൃശ്ശൂർ പൂരവും തയ്യാറായിട്ടുണ്ടായിരുന്നു. സേ നോ ഡ്രഗ്സ് എന്നുള്ള ഒരു ആശയത്തില് അമിട്ടുകൾ പൊട്ടുന്നതും. പക്ഷെ ഭയങ്കര മത്സരമാണ്. കാരണം അപ്പുറത്ത് ഈ പാറമേക്കാവ് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന രീതിയിലൊരു പടക്കം, അത്തരത്തിലുള്ള അമിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സാധാഗതികൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ മാലകളും അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരം ആശയങ്ങളും 5-6 പ്രാവശ്യം പൊട്ടുന്ന രീതിയിലുള്ള ഇതും അതെ, തികച്ചും കൗതുകപരമായിട്ട് അല്ലെ, കാഴ്ചക്കാർക്ക് ഒരു നല്ല വിരുന്നൊരുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറി. എന്തായാലും ഇനി വിളംബരത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എറണാകുളം ശിവകുമാർ വന്നിട്ട് ആ തുമ്പിക്കൈ ഒന്ന് വീശി ജനങ്ങളിലേക്ക് ഒരു വിളംബരം അറിയിക്കുന്ന ഒരു വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. റീലുകളിലൂടെയും ചാനലുകളിലൂടെയും മാത്രമാണ് ഞാനും ഈ ഒരു വിളംബരം കണ്ടത്. ആദ്യമായിട്ട് ഞാനും ഈ വിളംബരം കാണാൻ പോവുകയാണ്. പ്രേക്ഷകരിലേക്ക് ഇത് ആദ്യമായിട്ട് എത്തിക്കാൻ പോവുകയാണ്. ഈ തെച്ചിക്കോട്ടുകാവ് അതിനു മുമ്പേ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, രഞ്ജില് ഡെസ്കിൻ. ഈ പ്രാവശ്യം പുതിയതായിട്ട് നമുക്ക് രഞ്ജിലുണ്ട്. രഞ്ജിലും റിയാസ് KMR കോഴിക്കോടെ. ഇതിന്റെ പ്രശ്നം എന്താ പറയാ, രഞ്ജില് തൃശ്ശൂർക്കാരിയാ. അതെ, അതൊരു പ്രശ്നമാണോന്ന് ചോദിച്ചാ പ്രശ്നമാണോ? അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാളിദാസൻ തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ സാമ്പിളില് പാറമേക്കാവാണോ തിരുവമ്പാടിയാണോ കാളിദാസിന് ഇഷ്ടപ്പെട്ട്? ഇവിടെ ഇപ്പൊ ആരുണ്ട്? കാളിദാസിന്റെ അഭിപ്രായം പറഞ്ഞു. പാറമേക്കാവ്. തീർച്ചയായും ഇന്നലത്തെ ഒരു സാമ്പിൾ വെടിക്കേണ്ട സമയത്ത് കണ്ടുനിന്ന എല്ലാ പ്രേക്ഷകർക്കായാലും പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കട്ടെ ഒന്നുകൂടി കൂടുതൽ എന്താ പറയാ കൗതുകം ആസ്വദിക്കാനും കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ട്. കാരണം അവര് ഒരുക്കിയിട്ടുള്ള ഓരോ, ഇപ്പോ പറഞ്ഞ പോലെ 2 കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു 2 പേരും തമ്മിൽ. അപ്പൊ അതില് വെറൈറ്റി കൊണ്ടുവരാൻ പാറമേക്കാവ് ഒന്നുകൂടി ശ്രമിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെയാണെങ്കിൽ ഞാനും വേണേ വിട്ടായിരുന്നില്ല. ഞാൻ അങ്ങനെയാണ് തിരുവമ്പാടിയുടെ ഭാഗത്ത് നിൽക്കും. കാരണം
തിരുവമ്പാടി ഒന്നും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. രഞ്ജിന് പറഞ്ഞ പോലെ ഞാനും പാറമേക്കാവിലാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്കൊരു ചായ് ഉണ്ടാകട്ടെ. കാരണം ഞാൻ ആദ്യം പാറമേക്കാവെന്ന് പറഞ്ഞത് അതെന്താണ് കേട്ടെ, പാറമേക്കാവിന്റെ അമിട്ട് ഗംഭീരമായിരുന്നു. അവസാനത്തെ സാമ്പിൾ വെടിക്കെട്ടാണെങ്കിലും ചെറുപടയെന്നൊരു പൊട്ടലാണ്. രണ്ടുപേരും പാറമേക്കാവിനാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തിരുവമ്പാടിയുടെ കൂടെ. കാരണം തിരുവമ്പാടി അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കാം. എന്തായാലും തിരുവമ്പാടിയുടെ ബിൽഡിംഗിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാറമേക്കാവ് ആസ്വദിച്ചത് എന്നുള്ളൊരു കാര്യം മറക്കാൻ പാടില്ല. നമുക്ക് പക്ഷെ ഒന്നും കൂടെ അടുത്തുള്ളത് ഈ തിരുവമ്പാടിയുടെ ആയിരുന്നു. അതെ അതെ. അപ്പം അതിന്റെ ഇപ്പം രഞ്ജിൽ സൂചിപ്പിച്ച പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വൈവിധ്യം നിറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പാറമേക്കാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പാറമേക്കാവിന് ഒരു മുൻതൂക്കം ഉണ്ട്, പക്ഷെ തിരുവമ്പാടി അതിനനുസരിച്ച് പിടിച്ചു നിന്നു. പക്ഷെ ഇത് മെയിൻ വെടിക്കെട്ട് വരുന്ന സമയത്ത് മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടായിരിക്കും തിരുവമ്പാടി തിരിച്ചടിക്കാൻ പോകുന്നത്. നമ്മളെ പോലെ പറയുന്ന കുറെ ആൾക്കാരുണ്ടാവുന്നുണ്ട്. അവരോട് തന്നെ നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുണ്ട്. എന്തുട്ടാ നിങ്ങളുടെ വെടിക്കെട്ട്, എന്തുട്ടാ നിങ്ങളുടെ വെടിക്കെട്ട്, നിങ്ങളുടെ പാറമേക്കാവ് പോയി നോക്ക്, നിങ്ങൾ അമിട്ടാ പൊട്ടണ കാണണം. എന്തായാലും ഇവിടുന്ന് തിരിച്ചു വരുമ്പം എന്റെയും കാളിദാസന്റെ ഒക്കെ ലാംഗ്വേജ് അങ്ങനെ മാറുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം എന്തുട്ടാന്നുള്ളൊരു ലാംഗ്വേജ് നമ്മൾ ഇടക്കിടക്ക് അടിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി വന്നു. അതെ. രഞ്ജുവിന്റെ ഇത് എത്രാമത്തെ തൃശ്ശൂർ പൂരാണ്? എന്റെ ഇത് റിപ്പോർട്ടിങ് രണ്ടാമത്തെ തൃശ്ശൂർ പൂരാണ്. അല്ലാണ്ട് ഒരു 3-4 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. മെയിൻ ആയിട്ടും പകൽപൂരത്തിനാണ് വരാറുള്ളത്. കാരണം ശരിക്കും ഇങ്ങോട്ട് ഒന്നാം പൂരത്തിന് സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ കയറി വരാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മള് മിക്കവാറും പകൽപൂരത്തിന് അന്നാണ് ഇവിടെ വരാറ്. അപ്പോൾ ആ ഒരു 3-4 വട്ടം വന്നിട്ടുണ്ട്. അടിപൊളിയാണ് തൃശ്ശൂർ പൂരം, അടിപൊളിയാണ്. ഇത്തവണ കുറച്ചുകൂടി അടിപൊളിയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒന്നുകൂടി നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് പൂരം കാണാൻ കൂടുതൽ അവസരം ഒരുക്കുന്ന തരത്തിലുള്ള എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൂരം ഉഷാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശ്ശൂർക്കാരും ലോകമെമ്പാടുള്ള പൂരപ്രേമികളും എല്ലാവരും തന്നെ. അതേപോലെ ഇത്തവണത്തെ പൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണത്തിന് പറ്റിയ ഒരു ചെറിയൊരു അലങ്കോലം എന്നുള്ളൊരു വാക്ക് ഇത്തവണ ഈ തൃശ്ശൂർ പൂരത്തിന് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ വരാൻ തൃശ്ശൂരുകാര് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർ സമ്മതിക്കത്തില്ല. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ എന്തായാലും അത് അനുവദിക്കത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തും, ഗംഭീരമാകുന്നുണ്ട്. മിനിസ്റ്റർ കെ രാജൻ അപ്പുറത്തുണ്ട്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മളും പ്രതികരണം കിട്ടും. നമ്മളും കേരള വിഷൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. എന്തായാലും തൃശ്ശൂർ പൂരം ഇവിടെ ഗംഭീരമായി പൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഏകദേശം 10 മണിക്കൂർ, ഇനി വിരളിലുണ്ടാവുന്ന മണിക്കൂറുകൾ, ഏതാനും ഈ ഒരു നട തുറന്ന് പൂരവിളംബരം നടത്തുന്ന കൃത്യമായി പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. മുല്ലപ്പൂയിട്ടും അതോടൊപ്പം തന്നെ പല പൂക്കളിലായിട്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. വടക്കുന്നതിന്റെ തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ ആ ഒരു വരവുണ്ട്. പക്ഷെ അതില് ഇപ്പൊ കഴിഞ്ഞ 2 തവണയായിട്ടും എറണാകുളം ശിവകുമാരൻ തന്നെയാണ് ഇപ്പൊ ഒരു പൂരവിളംബരം നടത്തുന്നത്. പക്ഷെ എല്ലാരും പൂരപ്രേമികൾ കൂടുതൽ കാത്തിരിക്കുന്നത് രാമന്റെ വരവിനാണ്. അപ്പൊ ഇത്തവണ പറയുന്നുണ്ടായിരുന്നു, രാമൻ ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പാണ് ഏറ്റുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് ഇതിലക്കാവിന്റെ തിടമ്പാണ് ഏറ്റിയത്. പക്ഷെ ഇത്തവണ ചെമ്പൂക്കാവിന്റെ തിടമ്പാണ് ഏറ്റുന്നത്. അതിന് കാരണമുണ്ട്. കാരണം രാമൻ വരുമ്പോ ഈ പറഞ്ഞ പോലെ രാമൻ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊരു നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ രാമൻ ഇറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും രാമന്റെ ആരാധകർക്ക് വേണ്ടി രാമൻ കളത്തിലിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാമൻ ഇത്തവണ ചെമ്പൂർക്കാവിന്റെ തിടമ്പായിരിക്കും ഏറ്റി വരുന്നത്. കാളിദാസും രേണികയും രഞ്ജിലുമാണ് ചേർന്നത്.